ഇപ്പോൾ നിൽക്കുന്ന കടമനാട് മാനാമ്പുഴ റോഡിലാണ് കേട്ടോ. കടമനാട് സ്കൂളിന് മുമ്പിലുള്ള റോഡിൽ കൂടെയാണ് കേട്ടോ. ഇവിടെ വളരെ മനോഹരമായി കോൺക്രീറ്റ് പണിഞ്ഞു, അതുപോലെ അടിപൊളി ഓടയൊക്കെ പണിഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ നിന്നും മാനാമ്പുഴയ്ക്ക് പോകുന്ന റോഡാണ് കേട്ടോ. ഇവിടെ റോഡിൽ കുറച്ച് കോൺക്രീറ്റ് ഒക്കെ അടിപൊളി ചെയ്തു, അതിൽ കുറേ ഓടയും പണിഞ്ഞു. പക്ഷേ പഴയ ഓടകളൊന്നും വൃത്തിയാക്കിയിട്ടില്ല എന്നല്ലേ. അതുപോലെ തന്നെ ഇവിടെ വളരെ മനോഹരമായിട്ട് നമ്മുടെ കനാലിൻ്റെ അക്വഡേറ്റിൻ്റെ ഇടയിൽ ഇൻ്റർലോക്ക് ഇട്ടു. വളരെ പരിതാപകരമായ സ്ഥലമായിരുന്നു. പക്ഷേ അവിടെ ഇൻ്റർലോക്ക് ഇട്ടിരുന്നു. പക്ഷേ ഇൻ്റർലോക്ക് ഇട്ടതിൻ്റെ പ്രശ്നമായിട്ട് അവിടെ ചപ്പാത്ത് ഉണ്ടായിരുന്നു. ആ ചപ്പാത്ത് ഒഴിവാക്കി അതിൻ്റെ മണ്ടയ്ക്ക് കോറി വേസ്റ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് ഇൻ്റർലോക്ക് ഇട്ടത്. അപ്പോഴത്തേക്ക് 2 അടിയോളം ഹൈറ്റ് കൂടി. പഴയ ചപ്പാത്തുള്ളപ്പോൾ ഈ അടികളുള്ള ഓടെ മറഞ്ഞു പോയി. പക്ഷേ ആ ചപ്പാത്ത് അങ്ങനെ ഇട്ടുകൊണ്ട് ഇത് പണിയിരുന്നെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല റോഡ് കേട്ടോ. ഇതുണ്ടോ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ? ഇൻ്റർലോക്ക് ഇട്ടിട്ട് സിമെൻറ്റ് ഇട്ടേക്കുന്നുണ്ടല്ലേ. ഇതിൻ്റെ മണ്ടയ്ക്കൂടെ ഇപ്പോൾ വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ കനാലിൽ തട്ടും കേട്ടോ. ആ കനാലിൻ്റെ ടോപ്പിൽ തട്ടും. കനാലിൻ്റെ ആക്രിയേറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും പൊട്ടിയൊക്കെ ഇരിക്കുകയാണ്. അതിലൂടെ വെള്ളം ലീക്കാണ്. ഇവിടെ ഊറ്റുമുണ്ട്. ഇതിനോട് തന്നെ വലിയ വണ്ടികൾ പോകുമ്പോൾ ഈ ഇൻ്റർലോക്ക് മൊത്തം പൊട്ടും. കാരണം ഇവിടെ ആണല്ലേ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. മനോഹരമായിട്ട് വെള്ളം കെട്ടിപ്പോകണം. ഇത്രയും കട്ടിങ് ഉണ്ട് സൈഡിൽ. ചപ്പാത്ത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴുകിപ്പോയാനെ. അല്ല ടൈലാണ് ഇട്ട ടൈല് കണ്ടോ, 1 മാസം ആവുന്നില്ല കേട്ടോ. ഇളകി തുടങ്ങി, ഇൻ്റർലോക്ക് ഇളകി തുടങ്ങി. ഈ ഇളകി തുടങ്ങിയ കുഴപ്പമെന്ന് വെച്ചാൽ വലിയ വണ്ടികൾ ലോഡും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും. സൈഡെല്ലാം പൊട്ടി തുടങ്ങും. കാരണം ഇത്ര വെള്ളം താന്നിക്കുകയാണ് ഇപ്പോൾ ഇൻ്റർലോക്കല്ല. ഇവിടെ ഒരു നല്ല ചപ്പാത്തുള്ളതായിരുന്നു. അന്ന് പണിഞ്ഞ സമയത്ത് ഇവിടുത്തെ നാട്ടുകാരും എല്ലാം പറഞ്ഞാണ് ചപ്പാത്ത് ഒഴിവാക്കരുത്, ചപ്പാത്ത് അങ്ങനെ ഇടണം എന്ന് പറഞ്ഞിരുന്നുകൊണ്ടല്ലേ. കനാലിലെ ഓടയാണ്. അപ്പം കനാലിൻ്റെ അല്ല, റോഡിൻ്റെ പഴയ ഓടയാണ്. ഈ ഓടയ്ക്കകത്തിലെ വെള്ളം അതുപോലെ കിടപ്പുണ്ട് കണ്ടോ, കെട്ടിക്കിടക്കുകയാണ്. ഈ വെള്ളം ഇത് തട്ടി തട്ടി അതെല്ലാം പൊട്ടി, കോൺക്രീറ്റൊക്കെ പൊട്ടി തുടങ്ങി. വളരെ മനോഹരമായിട്ട് കാണല്ലേ. കനാലിന് ലീക്കാണ്. KAP വളരെ മനോഹരമായിട്ട് ഈ ഭാഗത്ത് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള പരാതികളാണ്. ഈ കനാലിന് യാതൊരു മെയിൻ്റനൻസും ചെയ്യുന്നില്ല. എൻ്റെ അടിവശം കണ്ടില്ലേ, കമ്പിയൊക്കെ പൊട്ടിയിരിക്കുകയാണ് കണ്ടോ. 4 വരെ കിളിച്ച് നോക്കി, 4 വരെ കിളിച്ച്. അപ്പോൾ ഇത് മെയിൻ്റനൻസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇത് താഴെ വീഴാത്തത് ആരുടെ ഭാഗ്യം കൊണ്ടാണ് കേട്ടോ. ഇല്ലേ, താഴെ വീണാൽ നമുക്ക് കൊള്ളാം. കനാലിലെ വെള്ളം കൂടി മുട്ടും, അത് വേറെ കാര്യം. പക്ഷേ ഇത് മെയിൻ്റനൻസ് ചെയ്ത് ഇതിന് ലീക്ക് ഒഴിവാക്കി തരേണ്ടതാണ്. ദയവ് ചെയ്ത് KAP നമ്മുടെ സർക്കാരും ഇതൊന്ന് ഇടപെടുക. കുന്നത്തൂർ പഞ്ചായത്തല്ല, ഇത് കടമനാട് പഞ്ചായത്ത് ആയതുകൊണ്ട് മെമ്പറോടൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞാണ്. പക്ഷേ കോൺക്രീറ്റും ഒക്കെ ചെയ്തതൊക്കെ നല്ലതാണ്. പക്ഷെ അത് ചെയ്തപ്പോൾ ശാസ്ത്രീയമായിട്ട് ചെയ്യണം. കണ്ടോ, ഇതെല്ലാം പൊട്ടി. ഇത് കണ്ടോ, വണ്ടി പോകുമ്പോൾ കണ്ടോ. തരുമോ? നന്നായി. ചെറിയൊരു വണ്ടി പോകുമ്പോൾ ഈ ടൈലെല്ലാം ഇളകി തുടങ്ങി കണ്ടോ. ഇതെല്ലാം ഇളകി തുടങ്ങി. വലിയ ലോഡ് വണ്ടി പോകുന്നതാണ്, സ്ഥിരം ലോറികളും എല്ലാം പോകുന്നതാണ്. പക്ഷേ ഇത് കണ്ടില്ലേ കണ്ടോ, ടൈലൊക്കെ ഇളകിയിരിക്കുന്നുണ്ടോ. ഇതിന് ബില്ല് മാറുകയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ബില്ല് മാറുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ സർക്കാരും അതിൻ്റെ അധികാരപ്പെട്ടവരും നോക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇതിന് ഏത് എഞ്ചിനീയറാണ് ഇത് പാസ്സാക്കിയതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ദയവായും ശ്രദ്ധിക്കുക. അപ്പം കുന്നത്തൂർ പഞ്ചായത്തുകാരോട് നമ്മൾ പറഞ്ഞ റോഡ് കുറച്ച് ഭാഗം ചെയ്യാനുണ്ട്. മറ്റപ്പം കടമനാട് പഞ്ചായത്തിനെ കുന്നത്തൂർ പഞ്ചായത്തിന് അടിയായിട്ട് കിടക്കുന്ന മാനാമ്പുഴ റോഡാണ്. ആ റോഡിന് അങ്ങേ എൻഡിൽ നമ്മൾ ഒന്ന് വൃത്തിയാക്കി കൊടുത്താൽ കുറേ ആളുകൾക്ക് മനസ്സമാധാനത്തിൽ പോകാൻ പറ്റും. അതുപോലെ തന്നെ കടമനാട് പഞ്ചായത്ത് അധികാരികൾ ദയവായി ശ്രദ്ധിക്കുക. കടമനാട് സ്കൂളിൻ്റെ അവിടെ നിന്നും തോടിനടുത്തേക്ക് പോകുന്ന ഈ വഴി ഒന്ന് മെയിൻ്റനൻസ് ചെയ്ത് നല്ലതാക്കി. പക്ഷേ കാശ് വെറുതെ പോയെന്നാണ് തോന്നുന്നത്. ഇളകി തുടങ്ങിയല്ലോ, പിന്നെ തീർച്ചയായിട്ടും ഇളകി തുടങ്ങുമല്ലോ. അതുകൊണ്ട് കണ്ടിട്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ ഇളകും. നമ്മളൊരു കുറച്ച് നാളായല്ലോ കണ്ടില്ലേ, ടൈല് കണ്ട് ഇളകി തുടങ്ങി. ഇവിടെ ഇതിനകത്ത് വെള്ളം നിൽക്കുകയാണ് കണ്ടില്ലേ. ഇത് വെള്ളം നിൽക്കുകയാണ്. ഇതിനകത്ത് കോറി വേസ്റ്റ് വിട്ട് സൈഡിലെ പൊട്ടിങ് എല്ലാം വലിയ വണ്ടികൾ പോകുന്ന ഇത് വഴി അത് നോക്കാതെ ഇതിൻ്റെ കട്ടിങ്സ് എല്ലാം ഒഴിവാക്കി ഹൈറ്റ് കൂട്ടി ഇട്ടപ്പോഴത്തേക്ക് റോഡിൻ്റെ അവസ്ഥ തന്നെ മാറി കണ്ടല്ലേ. എല്ലാവർക്കും ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. കനാല് കണ്ടോ പൊട്ടി വലിക്കുന്നുണ്ടോ. KAPയുടെ കനാല് പൊട്ടി വലിക്കുന്നുണ്ട് ഇവിടെ എല്ലാം കണ്ടോ. അവിടെ വീഴുന്നുണ്ട് കണ്ടോ. ഇതിൻ്റെ കമ്പി ആയി തെളിഞ്ഞിരിക്കും കേട്ടോ അടിയിൽ. അപ്പുറ സൈഡ് എല്ലാം അങ്ങോട്ടെല്ലാം വെള്ളം ഇവിടെ എല്ലാം ഊറ്റാണ് കേട്ടോ. ഇതുണ്ടോ വെള്ളം ഊറ്റി വീഴുന്നുണ്ടോ. എത്ര വർഷം പഴക്കമുള്ളതെന്നറിയോ. ഇത് നമ്മുടെ ഗേൾസിലേക്ക് വന്ന വഴിയാണേ. ഇതിൻ്റെ സൈഡിലെല്ലാം ഊറ്റാണ് കേട്ടോ. ഫുള്ള് ഊറ്റി വിട്ടിട്ട് താഴെ വീഴുവാണ്. അവിടെ എല്ലാം വെള്ളം കളയാമേ കണ്ടു. ഈ കനാല് മുകളിൽ ലീക്കാണ് കേട്ടോ. അത് ദയവ് ചെയ്ത് മെയിൻ്റനൻസ് ചെയ്യുക. ഇവിടുത്തെ ലീക്ക് പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് വെള്ളം തുറന്നു വിടുക. ഇവിടെ എല്ലാം അത് കാരണം നടക്കാൻ വയ്യാത്ത അവസ്ഥ കേട്ടോ. എല്ലാ നാട്ടുകാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും പരാതികൾ കണ്ടില്ലേ. ഇതെല്ലാം കണ്ടില്ലേ, ഇവിടെ എല്ലാം ഊറ്റാണ് കണ്ടല്ലോ. ഈ ഊറ്റി വരുന്ന കഴിഞ്ഞാൽ മേളിൽ കോൺക്രീറ്റ് ചെയ്തേക്കുന്ന കനാലിന് അടിവശം കണ്ടില്ലേ, ആ ഗ്യാപ്പൊക്കെ പൊട്ടി വെള്ളം ഒഴുകുന്നുണ്ടോ. ഈ വെള്ളം ഒഴുകുന്നത് ഇത് താഴേക്ക് വന്ന് മൊത്തം ഊറ്റായിട്ട് ഇവിടെ എല്ലാം വെള്ളം കണ്ടോ, ഇത്രയും വെള്ളം ഒഴുകുന്നുണ്ടോ. അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്ത് വർക്ക് ഫ്ലോപ്പായിരിക്കുകയാണ്. ടൈല് പൊട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു 6 മാസം വേണ്ട, 2 മാസം പൊട്ടുന്നത് കണ്ടോ. കാശ് വെറുതെ പോയി.
എന്താ സൈഡെല്ലാം കണ്ടോ വെള്ളം ഓട പണിഞ്ഞ ഓടയ്ക്കകത്ത് വെള്ളം വന്നപ്പോൾ റോഡിൽ കൂടെ വെള്ളം ഒഴുകുന്നത് അതാണ് അവസ്ഥ കണ്ടോ